ആ വരാമെന്ന് പറഞ്ഞ കൂട്ടർ ഇതുവരെ വന്നില്ലല്ലോ. അളിയനെ അവരൊന്ന് വിളിച്ചു നോക്കിയേ. എനിക്കാണെങ്കിൽ ഇന്ന് 100 കൂട്ടം പരിപാടിയുള്ളതാ. ഒരു 5 മിനിറ്റ് കൂടി നോക്കാം സത്യ. ആ അതെ, എത്തി. ആ വാ കയറി വാ. നിങ്ങളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആ വഴിയൊന്നും തെറ്റിയില്ലോടോ മോനെ. ഞങ്ങളങ്ങനെ തെറ്റാറൊന്നുമില്ല. വാ കയറി വാ. ചെല്ല്. വാ ഇരിക്കേ. അല്ല ആദ്യം അമ്മ ഇരിക്കട്ടെ എന്ന്. അത് കൊള്ളാം. അമ്മേ, നിങ്ങൾ വരാൻ വൈകിപ്പോഴേ ഇന്നിന് വരില്ലാന്നാ ഞാൻ വിചാരിച്ചത്. എല്ലാ ഞായറാഴ്ച ഇതുപോലെ ഒരുത്തന്മാർ കയറി ഒന്ന് ചായയുടെയും പരിപാടി ആയതുകൊണ്ടേ എനിക്കൊരു പരിപാടിക്കുമ്പോൾ സമയം കിട്ടാറില്ല. അല്ല നിങ്ങളുടെ കാര്യം അല്ലാട്ടോ പറഞ്ഞേ. അല്ല മോളൊന്ന് വിളിച്ചിരുന്നു. മോളെ വിളിക്കാം. ആദ്യം ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട് മതിയല്ലോ ബാക്കിയൊക്കെ ചടങ്ങ് അല്ലേ അമ്മേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതുവല്ല അറിയാമോ? അളിയാ വിളിച്ചോ മോളെ. എന്താ ചൂടില്ലേ? ചൂട് കൂടി. എന്താ മോളുടെ പേര്? അനു. വീട് എവിടെയാ? അമ്മയുടെ. അതെ, ഈ പെണ്ണുമായിട്ട് സംസാരിക്കണമെങ്കിലേ മേളയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ലഡു അല്ല, പെണ്ണ് മെള്ളിക്കല്ലേ. നമ്മുടെ ഈ ചടങ്ങും പരിപാടിയൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോക്കോളൂ. അളിയാ ശരിയല്ലേ? ഇതുവരെ എല്ലാം ശരിയല്ലേ? തിരക്കാന്നേ, മൊത്തം ഉത്സവത്തിന്റെ തിരക്കല്ലേ. വെടിക്കെട്ടെന്ന് പറഞ്ഞാണ്ടല്ലോ, അത് എൻ്റെ വെടിക്കെട്ട്. എൻ്റെ അല്ല, നമ്മുടെ ഉത്സവത്തിലെ വെടിക്കെട്ടെ. ഞാനാണല്ലോ കമ്മിറ്റി പ്രസിഡന്റ്. അളിയൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. മോളെ ചായ കൊടുക്ക്. അനിയത്തിയ ചായ കുടിക്ക. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചടങ്ങ് വല്ലതും ഉണ്ടോ? ചെറുക്കനും പെണ്ണും ഫോണിലൂടെ കാണും, കെട്ടും നടത്തും. എല്ലാ കാര്യങ്ങളും മൊത്തം ഇപ്പം ടെക്നിക്കലാണല്ലോ. ഏത് അയാളാ നീ എന്നെ ഒന്നും എടുത്ത് കഴിക്കാത്ത? ഇനിയിപ്പോൾ നിനക്ക് വേണ്ടി കുഴിമന്തി എന്തെങ്കിലും മേടിക്കണോ? അല്ല മോന് ശരിക്കും എന്താ പരിപാടി? ഈ പഠിക്കുകയാണോ അതോ ജോലിയാണോ? എന്താ പരിപാടി? ഞാൻ കണ്ടന്റ് ക്രിയേറ്ററാ ഇൻസ്റ്റഗ്രാമിൽ. അപ്പം മേലനങ്ങാത്ത പരിപാടിയാണല്ലേ? അല്ല താനിതൊന്നും പറഞ്ഞില്ല. അത് എടോ, താൻ പറയാൻ പോകുന്ന മറുപടി എനിക്കൊരു പുതിയ കാര്യമല്ല. അല്ല, എനിക്ക് വേറൊന്നും പ്രശ്നമല്ല. ചേട്ടൻ്റെ ഈ പേര് അതല്ലേലും അവസാനം എല്ലായിടത്തും പ്രശ്നം എൻ്റെ ഈ പേര് തന്നെയാണ്. അത് മാറ്റാൻ പറ്റില്ലേ? ഐ മീൻ ഗസ്റ്റില്. എടോ, ശ്രമിക്കാത്തോണ്ടല്ല, പഴയ ആളുകളല്ലേ, അവരൊരുപാട് ആഗ്രഹിച്ചിട്ട് പേരല്ലേ. സാരില്ല. സത്യ മതി, കാര്യങ്ങൾ അറിയണ്ടേ? അജയ് നീ എന്താ പഠിക്കണേ? ആക്ച്വലി ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. അടുത്ത കൊല്ലം പുറത്തോട്ട് പോകാൻ ഓർത്ത് ഇങ്ങനെ. ഏത് രാജ്യത്തേക്കാ? ജർമ്മൻ പഠിക്കുന്നുണ്ട് 2 മാസമായിട്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ. ഏത് രാജ്യത്തേക്കാ പോണെന്ന് പറഞ്ഞില്ലല്ലോ? സൗദി അറേബ്യ. സൗദി അറേബ്യ നല്ല രാജ്യമാളിയാ. അവൻ ജർമ്മനിക്കാ പോണേ. നീ ഒരു പൊട്ടത്തരം പറയല്ലേ. ഈ പിള്ളേര് ഇതുവരെ സംസാരിച്ച് തീർന്നില്ലായിരിക്കോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. പോണല്ലേ? ബുദ്ധിമുട്ടായല്ലേ? ശീലമാകുമ്പോൾ പലതും ബുദ്ധിമുട്ടല്ലാതാവുമല്ലോ, അതിലൊന്നാണിത്.
ആക്ച്വലി ഞാനത് അച്ഛനോട് പറഞ്ഞതാ. അപ്പൊ അച്ഛനാ പറഞ്ഞ വന്ന് കാണട്ടേന്ന്. അത് സാരില്ല. കഴിയാറായില്ലേ? ബാക്കിയൊക്കെ താഴെ ഒന്ന് സംസാരിച്ചാ പോരെ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വെച്ച് കാണാം. ശരി എന്നാ. വരണ്ട്. ആ ആ ആ അതെ ചേട്ടാ വന്നല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഞാൻ ഇറങ്ങട്ടെ. എന്നാ പോയിട്ട് വിളിക്കാം. ശരി. 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 ശരിയാണ്. പോട്ടെ. എന്തായി? അതും പോയി. എന്നാ ആയിക്കോട്ടെ, അപ്പൊ പറഞ്ഞ പോലെ. ആ ശരി അച്ഛാ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ പ്രശ്നം. ജനിച്ച് 28-ൻ്റെ അന്ന് വെറ്റിലയുടെ മറവിൽ എനിക്ക് ചാർത്തി തന്നതിൻ്റെ പേര് ഗന്ധർവൻ. എൻ്റെ ചേട്ടാ ഇത്ര ഡെസ്പാമാനായിട്ട് എന്താ ഇത് ആദ്യമായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാ തവണ ഉണ്ടാവണോ അല്ല കൂട്ടച്ചിരിയും ബഹളമൊന്നും ഇവിടെ ഉണ്ടായില്ല. അത് തന്നെ വലിയ കാര്യം. ഒന്ന് പോയേടാ, ഇതിലും നല്ലൊരു മുള എൻ്റെ മോന് കിട്ടും. ദേ ഇനി ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ. നടക്കുമ്പോൾ നടക്കട്ടെ, അത് മതി. അയ്യോ അമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല മോനെ. എങ്ങനെ പറഞ്ഞാണെങ്കിലും. നമുക്കേ നോർത്ത് ഇന്ത്യൻ സൈഡ് ഇതുപോലെ നോക്കിയാലോ? അതിനാ അതാവുമ്പോൾ പിന്നെ ഈ പേരിൻ്റെ പ്രശ്നമല്ല. ഞാൻ ദേ ഒന്ന് പോയേജു. ഇനി ഭാഷ അറിയാൻ പാടില്ലാത്തൊരു പെൺകുച്ചി വന്നിട്ട് വേണം അതിനൊരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സുന്ദരി കൊച്ചിനെ മതി, അല്ലേ മോനെ? കിട്ടും കിട്ടും. എങ്ങനെയാണെങ്കിൽ താമസിക്കാതെ കിട്ടും. എടാ നീയേ ആ നീല ബോർഡിനോട് വണ്ടി ഏത് അവിടെയല്ലേ? എനിക്ക് ആ കൊറിയറിൻ്റെ ഓഫീസിലൊന്ന് കയറാനായിട്ട്. ആ നിർത്തി ഇവിടെ തന്നെ നിർത്ത്. ഞാനേ വാങ്ങിച്ചിട്ട് വരാം. പെട്ടെന്ന് വരാം. എൻ്റെ പൊന്നമ്മേ, ചേട്ടനെ അച്ഛൻ്റെ സെൻറ്റിമെൻറ്റ്സും വെച്ചുകൊണ്ടിരുന്ന ജന്മം പെണ്ണിട്ടൊന്നും എനിക്കോ നല്ല. എടാ നിനക്ക് ബുദ്ധി ഉറക്കണേന് മുമ്പേ അങ്ങേര് പോയതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ അവൻ അങ്ങനെയല്ല. അവൻ അച്ഛനെക്കുറിച്ചുള്ള ആകെയുള്ള ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഗന്ധർവ എന്നുള്ള നീട്ടിയുള്ള വിളിയാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ചേട്ടാ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ആർക്കെനിക്കാ? അല്ല എനിക്ക്. അതിന് അല്ല അപ്പം അതൊന്ന് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു. ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് വിളിക്കാം, അവിടെ പോയിരുന്നു കേട്ടോ. അല്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പെട്ടെന്നൊന്ന് കിട്ടായിരുന്നെങ്കിൽ പോയിട്ട്. എൻ്റെ പൊന്നോനിയിരിക്കുന്നവർക്ക് ഇതിനു വേണ്ടി വന്നേക്കണവരാ. തൽക്കാലം അവിടെ പോയിരിക്കേ. ശരി. അല്ല തൻ്റെ പേരെന്താ പറഞ്ഞേ? പേര് അല്ല കുഴപ്പമില്ല, വിളിച്ചത് ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്, അതുകൊണ്ടാ. പേര് പറഞ്ഞാലേ പേര് വിളിക്കാൻ പറ്റുള്ളൂ. ആണോ? പേരേ പേരില്ലേ? അല്ല ഉണ്ട്, പറയാൻ പറ്റി പറയടോ. ഗന്ധർവൻ. എന്തുട്ടേ? ഗന്ധർവൻ. ഗന്ധർവനോ? അതിനകത്ത് ചിരിക്കാൻ തേണ്ടി. കൊള്ളാം, പേര് കൊള്ളാം. ഗന്ധർവനോടൊപ്പം ഇരിക്കും. ഞാൻ വിളിക്കുമ്പോൾ വന്നായിട്ടാ. ചെല്. കളക്ടറിലെ ജോലി നേരം മാറി. നീ എന്താണ് കണ്ണാടി വിളിക്കണേ? അതെ, ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ മോശം പേരൊന്നുമല്ല. കണ്ണിയാൻ കുത്തി പിടിക്കാൻ വിളിച്ച. ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ആ അഡ്രസ്സ് എന്തായിരുന്നു? ഫേബർ ഡിസൈൻ. ഫേബർ ഡിസൈൻ അല്ലേ? ആ ഇത് തന്നെ. കറക്റ്റായിട്ട് നോക്കിക്കോണം കേട്ടോ. ഇത് തന്നെ. ഒരു പേപ്പർ സൈൻ ചെയ്യാനല്ലേ? ഓക്കെ.
ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര സ്പീഡാ. കുറച്ച് ലേറ്റായി പോയി. ഇന്നെന്താ വൈകി കാരണം? അതെ, ബസ്സില്ല ഏട്ടാ അവിടേക്കൊന്നും. ഭയങ്കര നിങ്ങളുടെ നാട്ടിലെ ബുദ്ധിമുട്ടായിട്ട്. തല്ലിപ്പൊളി ബസ്സായും തല്ലിപ്പൊളിക്കണം. കത്തിക്കണ ബസ്. അനീഷ്, അപ്പം എല്ലാവരുടെയും സമയം ശരിയാവും. ഇതൊന്ന് സൈൻ ചെയ്യണേ. നടന്നു വന്നിരുന്ന ഇതിനെക്കാട്ടും മുന്നിൽ കിട്ടിയനെ. എന്ത് ഇത് എന്തൊക്കെ കേട്ടാലാ. ചേട്ടാ, ജോമോൻ ബീറ്റി കുന്നുംപുറത്ത് H6 ആ തരാത്. ഇവരെ പോയില്ലേ? ദൈവമേ, പേപ്പർ എടുത്ത് എൻ്റെ പേരാണോ? തൊലിഞ്ഞ പേരുണ്ട്. എന്താ മോളെ പരിപാടി? ഒന്നുമില്ലടാ. അല്ല, ഇന്ന് പോയ കാര്യം എന്തായി? ഓ, അത് നടന്നൊന്നുമില്ല. വേറെ വല്ലതും നോക്കാം. നീ ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചില്ലടാ. ഞാൻ ഫുഡാണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിചാരിക്കും. എടാ അജു, ആ, നീ അവൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നേ. അവിടെ നിന്ന് വന്നേ പിന്നെ അവൻ താഴോട്ട് വന്നിട്ടില്ല. ആര് ചേട്ടനാ? ആ എനിക്കൊന്നും വയ്യ. ദേ അജു, എന്നെ ദേഷ്യം കേട്ടല്ലേ. വന്നപ്പോൾ തുടങ്ങി അവൻ്റെ ഒരു ഫോണിൽ കളി. നീ ഞാൻ പറയുന്നതൊന്നും അനുസരിച്ച് അവനോട് പോയി കഴിക്കാൻ വരാൻ ഈ പറ. അമ്മ ഗന്ധർവാ മോനെ, ഗന്ധർവൻ കുട്ടാ, ഗന്ധർവാ. ചേട്ടാ, ഇതേ അമ്മ വിളിക്കുന്നത് താഴേക്കല്ലേ. നീ ചെല്ലി, ഞാൻ വന്നേക്കാം. ചേട്ടനത് വിട്ടില്ലല്ലേ? ഏത്? അല്ല, ഇന്നത്തതേ. നീ ഭാര്യ അന്വേഷിക്കാണ്ട് പോയേ, ഞാൻ വന്നേക്കാം. ഓ, ഒറ്റയ്ക്ക് ഇന്ന് നീർണ കണ്ടോണ്ട് വന്നെന്നുള്ളൂ. ആ, ഇത്ര ഭാരിച്ച കാര്യം ഓർത്തില്ല. ചിരിക്കാൻ പറഞ്ഞതല്ല, ഇവിടെ നിന്ന് പോകുമ്പോഴേ അറിയാലേ അവസ്ഥ. പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് ചിന്തിക്കണേ? എടാ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുടുംബം, കുട്ടികൾ എന്നുള്ള പിന്തിരിപ്പൻ ചിന്താഗതി ഉള്ളതുകൊണ്ടൊന്നല്ല. എടാ, ഈ പേരിൻ്റെ ഇതിനകത്തുള്ള ഈ വിഷമം തീർക്കാൻ വേണ്ടി ഒരു കൂട്ട്, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഞാനും അമ്മയൊക്കെ എന്തിനാപ്പേ? എടാ, നിനക്കും അമ്മയ്ക്കൊക്കെ അപ്പുറം എനിക്കൊരു കൂട്ട്. അതിനാണ് ഞാനിങ്ങനെ ഈ ചോയ്സ് മെറ്റീരിയലായിട്ട് വേഷം കെട്ടി നടക്കണം. എടാ, പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സെലക്ഷൻ കിട്ടി ക്യാമ്പിന് പോയില്ലേ. അപ്പോൾ എൻ്റെ പേരുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും മുമ്പിൽ ഞാൻ കോമാളിയായി. അത് ചിലപ്പോൾ തിരിച്ചറിവിൻ്റെ പ്രായം കൊണ്ടാണോ അതോ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറില്ല. എനിക്ക് ഓർക്കാൻ വലിയ താല്പര്യമില്ല. ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എടാ, ഹൃദയം വേദനകൾ അക്സെപ്റ്റ് ചെയ്യുന്നവരെ വേദന ഉണ്ടാവും. പിന്നെ ഒരു തരം മരവിപ്പ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ചെറുത്. താനെന്ത് ദുരന്താടോ? അല്ല, ഇമോഷണലായി ഇപ്പം ചേഞ്ച് വേണ്ടല്ലേ. നല്ല ബീറടിക്കോ? അതിന് നിന്നിൽ പൈസ ഉണ്ടോ? ചേട്ടൻ്റെ അല്ലേ? ഞാൻ ചേട്ടൻ കീറും. എടാ, സാലറി ഇട്ട് 4ാമത്തെ ദിവസം തുടങ്ങിയ ദാരിദ്ര്യമാണ്. ഞാൻ അടുത്ത സാലറി ഇട്ടണം ആ ദാരിദ്ര്യം ഒന്ന് മാറാൻ. നീ ഇന്ന് പോയിട്ട് എന്താ ചേട്ടൻ്റെ ഫോൺ ബില്ലടിക്കണോ? അതേതോ നമ്പറാണത്. ഇനി അവരെങ്ങനെ ഓക്കെ പറയാൻ വിളിക്കണമെങ്കിലോ? വീട്ടിക്ക് ഹലോ ഹലോ, ഹലോ, ഗന്ധർവനല്ലേ? അതെ, ആരാ? ഇന്ന്
അന്നേരം കൊറിയർ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഞാൻ അടുത്ത ദിവസം വന്ന് വാങ്ങിച്ചോളാം. അയ്യോ, ഞാൻ അത് പറയാൻ വിളിച്ചതല്ല. എൻ്റെ പേര് മായ എന്നാണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്നെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു യെല്ലോയും വൈറ്റും കുർത്തിയാണ് ഇട്ടിരുന്നത്. മനസ്സിലായോ? അതെ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാനേ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇതിന് അമ്മ വിളിക്കണു. വേണ്ടി ഞാൻ കേട്ടില്ലല്ലോ. എടാ, കേൾക്കാത്തൊരു വിഷയമല്ല. അമ്മമാർ വിളിച്ചാൽ ചെല്ലണം. മൂത്തവനാ ഞാൻ കേട്ടോ വിളിച്ചത്. നീ ചെന്നേ. പോടാ. ആ ബീറിന് കാശിക്കുന്നത് ഞാൻ പോടാ. ഹലോ. ആ ഹലോ. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. കുട്ടി എന്തിനാ വിളിച്ചത്? അതെ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കാണാലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടൗണിലുള്ള പബ്ലിക് ലൈബ്രറി ഇല്ലേ, അവിടെ ഒരു 11 മണി മുതൽ ഞാൻ ഉണ്ടാവും. പബ്ലിക് ലൈബ്രറിയിൽ 11 മണി മുതൽ? ഓക്കെ. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്, ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാ നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ്. അത്ര പെട്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അതെ, എന്നെയല്ല ചേട്ടനെ വിളിച്ചത്. അത് എന്നെ എന്തിനാ വിളിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നിന്നെ വിട്ടത്. ഇപ്പം അങ്ങനെ എന്തെങ്കിലും ആടെ വിളിക്കുന്നുണ്ട്. അതെ, എൻ്റെ പേഴ്സിലേ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അപ്പം നീ പോയിട്ട് 2 അല്ലെങ്കിൽ വേണ്ട 3 പേര് മേടിച്ചോ. ഓക്കെ? അല്ല, നേരത്തെ പറഞ്ഞപ്പോൾ കയ്യിൽ കാശില്ലെന്നപ്പോൾ നീയേ ബാധിച്ച കാര്യം അന്വേഷിക്കണ്ട, സാധനം മേടിച്ചായി. ഓക്കെ? എനിക്കൊരു പെണ്ണുണ്ട്, ലൈബ്രറി ലെവലുണ്ട്. ഈശ്വരൻ, 11 മണിയല്ലേ? കറക്റ്റ് ലൈബ്രറി ആയിരിക്കണേ. ഈ ഉടക്കത്തോണ്ടിൻ്റെ വില എവിടെയാണോ? ഇതേ തണ്ടി. എന്താ വേണ്ടേ? രാമകഥ രസവാഹിനി ഉണ്ടോ? ആ ഉണ്ട്. ഉണ്ടോ? മരങ്ങൾ നട്ട മനുഷ്യോ? അതുകൊണ്ട് എടുത്തുതരാം. വേണ്ട, ഞാൻ എടുത്തോളാം. അല്ല, അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇങ്ങോട്ട് വേണോ? അല്ല, അപ്പം മെമ്പർഷിപ്പ് വരും. എന്തൊക്കെ അറിയണം. ഇതല്ല. ഹായ്. ഹായ്. ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഞാനിവിടെ അടുത്തുള്ള ബിൽഡിങ്ങിലെ PSC കോച്ചിങ് പഠിക്കണേ. അപ്പം അതാ ഇവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ. അല്ല, അപ്പം കൊറിയർ ഓഫീസിൽ ജോലി? അത് ഉച്ച കഴിഞ്ഞിട്ട് പോവും. പിന്നെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പോവും. ഗന്ധർവ് എന്നാണോ ഫുൾ നെയിം? അതെ. പെട്ടെന്നൊരു പെൺകുട്ടി പാതിരാത്രി വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ മോശം വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ വിചാരിച്ചേ? അല്ല, എന്തിനാ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? അല്ല, ശരിക്കും എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അത് പറയാം. പക്ഷെ ഇന്നലെ ശരിക്കും മുങ്ങിയതല്ലേ? അത് എനിക്ക് കൊറോണത്തിൽ അത്യാവശ്യം ഇല്ലായിരുന്നു. പിന്നെ ഒരു ഫോൺ വന്നപ്പോൾ അങ്ങനെ പോയതാ. എടോ, തൻ്റെ പേരിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയ എവിടെ വരെ ഓടും? ബാ, ഇരുന്ന് സംസാരിക്കാം. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ വിഷമായോ? എടോ, സ്വന്തം പേരുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ നല്ലതോ ചീത്തയോ സംഭവിക്കാത്തോടത്തോളം അവർക്കതൊരു പേര് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നെയിം ഈസ് ജസ്റ്റ് ആൻ ഐഡൻറ്റിറ്റി എന്നൊരു ഇംഗ്ലീഷ് കോട്ടും. തനിക്കറിയോ, നമ്മളൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് അയാൾ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തേക്കുള്ള ആദ്യത്തെ കീയാണ് നമ്മുടെ പേര്. അതിൽ പോയാൽ എല്ലാത്തിനും പോയില്ലേ? ഇപ്പോൾ താൻ തന്നെ ആലോചിച്ചു നോക്കി, പേരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് താൻ ചോദിച്ചോ? അയ്യോ, അത് പിന്നെ കുഴപ്പമില്ല, കാര്യാക്കണ്ട, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതുകൊണ്ടല്ല,
ഒരു 3 മാസം മുന്നേ വരെ ഇതേപോലെ തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാനും. എൻ്റെ പേര് മാറ്റുന്നവരെ. ഓ ആദ്യമൊക്കെ പുതിയ പേര് വിളിച്ചു കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. പിന്നെ പിന്നെ ഞാൻ മറ്റാരുടെ ഉള്ളിലാണെന്നുള്ളൊരു തോന്നൽ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയുടെ പേര് വിളിക്കുമ്പോൾ കേൾക്കുന്നൊരു സുഖം വേറെ തന്നെയല്ലേ. അത് ശരി. അല്ല, അതിന് ഞാൻ പേര് മാറ്റാമെന്ന് ആലോചിച്ചിട്ടില്ല കേട്ടോ. അതെല്ലേ, ഇന്നലെ അവിടെ വന്നിട്ട് വിഷമിച്ച് പോണ കണ്ടപ്പോൾ എനിക്കെന്തോ അതാ ഞാൻ ഇന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ. അല്ല, അപ്പം അത് ചോദിക്കാനാണ് ഞാൻ ഇത്ര ദൂരം വന്നത്. അതുമാത്രമല്ല, അത് ഇത്രയൊക്കെ ചോദിച്ചില്ലേ, ഇനിയിപ്പോൾ അത് ചോദിക്കാനാ പാട്. താൻ ചോദിക്കി. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ പേരുകളെ കുറിച്ചൊരു ബുക്ക് എഴുതുന്നുണ്ട്. അപ്പം അതിനൊരു റെഫറൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. താൻ ചോദിച്ചോ, ഞാൻ പറയാം. ആണോ? താങ്ക്സ്. നിൻ കണ്ണിൽ പുഞ്ചിരി മുത്തുകൾ വിതരണതാരാണ്? പണ്ടേ എൻ്റെ കരളിൽ പ്രേമ കവിതകൾ എഴുതിയ നീയാണ്. മുത്തേ നിന്നുള്ളിൽ നൊമ്പരമൊത്തിരി വിതറിയതാരാണ്? പണ്ടേ എൻ്റെ കാതിൽ പ്രേമ സരിഗമ പാടിയ നീയാണ്. മുന്നിൽ നീ അണയുമ്പോൾ വിറയാണ്, പനിയാണ്. നാണത്തിൽ കൊഞ്ചുമ്പോൾ ഇളനീരിൻ കുളിരാണ്. മഞ്ചാടി കവിളോരം മറുകാവൻ കൊതിയാണ്. മുത്തേ നിൻ കണ്ണിൽ പുഞ്ചിരി മുത്തുകൾ വിതരണതാരാണ്? പണ്ടേ എൻ്റെ കരളിൽ കവിതകൾ എഴുതിയ നീയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം. കറക്റ്റ് ചെയ്തത്. എത്ര മണിയായി? 1:30-2 മണി. അയ്യോ, എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് ക്ലാസ്സിന് സമയമായി. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എപ്പോൾ വായിക്കാൻ പറ്റും സ്റ്റോറിയുടെ? ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ വാട്സാപ്പ് ചെയ്യാം. ശരി. അതെ, ഇന്നലെ വിളിച്ചല്ലാട്ടോ എൻ്റെ വാട്സാപ്പ് നമ്പർ. ഞാൻ സേവ് ചെയ്ത് തരാം. ഒരു സെക്കൻഡ്. ശരി, ഓക്കെ. അല്ല, തൻ്റെ ആ പഴയ പേര് പറഞ്ഞില്ല. കുന്തവി. ഗന്ധർവന്റെ കുന്തവി. ഞാൻ തളരുമ്പോൾ തിരയുന്നതെന്താണ്? കൽക്കണ്ട കനിയെ നിന്നഴുകോലും മുഖമാണ്. തോളോരം ചായുമ്പോൾ ഇവനിൽ നിവരമാണ്. കണ്ണീരിൻ നോവാറ്റും കനിവിൻ്റെ കടലാണ്. മുത്തേ നിൻ കണ്ണിൽ പുഞ്ചിരി മുത്തുകൾ വിതരണതാരാണ്? കരളിൽ പ്രേമ കവിതകൾ എഴുതിയ നീയാണ്.